12,549 കോടി രൂപ ചിലവിട്ട് സാധ്യമാക്കാനൊരുങ്ങുന്ന മെഗാ പദ്ധതിയായ വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയുടെ കാര്യത്തിൽ പുതിയ സർക്കാരിന്റെ തീരുമാനം ഏറെ നിർണായകം. നമസ്കാരം, ഞാൻ ജാസ്മിൻ. സംസ്ഥാനത്തെ ഏറ്റവും ചെലവേറിയ അടിസ്ഥാന സൗകര്യ പദ്ധതിയായ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാകാൻ പുതിയ UDF സർക്കാരിന്റെ നിലപാട് നിർണായകമായി മാറുന്നു. ഈ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിനും സർവീസ് റോഡ് നിർമ്മാണത്തിനും ഉൾപ്പെടെ വൻ സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ട സാഹചര്യമാണുള്ളത്. പദ്ധതിയുടെ ആകെ ചെലവ് ഏകദേശം 12,549.5 കോടി രൂപയായാണ് കണക്കാക്കുന്നത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അപ്രസൽ കമ്മിറ്റി അഥവാ PPPSC അനുമതി നൽകിയതോടെ ഈ പദ്ധതിക്ക് ഇനി കേന്ദ്ര മന്ത്രിസഭയുടെ അന്തിമ അംഗീകാരം മാത്രമാണ് ബാക്കിയായുള്ളത്. ഭൂമി ഏറ്റെടുക്കുന്നതിനായി ഏകദേശം 4,450 കോടി രൂപ ചെലവാകുമെന്നാണ് കണക്ക്. അതായത് ഏകദേശം 2,225 കോടി രൂപ സംസ്ഥാന സർക്കാർ വഹിക്കണം. കൂടാതെ സർവീസ് റോഡുകളുടെ നിർമ്മാണ ചെലവായ 434 കോടി രൂപയും സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായിരിക്കും. ആകെ 2,660 കോടിയിലധികം രൂപ ഇതിനായി കണ്ടെത്തേണ്ടി വരും. അങ്ങനെ നിർമ്മാണ സാമഗ്രികൾക്കുള്ള സംസ്ഥാന GSTയും മണ്ണുൾപ്പെടെയുള്ളവയുടെ റോയൽറ്റി ഫീസും ഒഴിവാക്കണമെന്ന വ്യവസ്ഥയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻ LDF സർക്കാർ ഇത് സംബന്ധിച്ച ധാരണയിൽ എത്തിയിരുന്നെങ്കിലും കേന്ദ്ര അനുമതിക്ക് ശേഷമേ ഔദ്യോഗിക ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാനാകൂ. ഇനി ആ നടപടികൾ പുതിയ സർക്കാരാണ് പൂർത്തീകരിക്കേണ്ടത്. മുൻപ് 2 റീച്ചുകളിലായി നിർമ്മിക്കാൻ ആലോചിച്ചിരുന്ന ഈ പദ്ധതി പിന്നീട് ഒറ്റഘട്ടമായി മാറ്റുകയായിരുന്നു. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ 62.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയാണ് നിർമ്മിക്കുന്നത്. GST ഒഴികെയുള്ള നിർമ്മാണ ചെലവ് ഏകദേശം 6,857 കോടി രൂപയാകും. പദ്ധതിക്ക് മുന്നോടിയായുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി 1,267 കോടി രൂപ ചെലവാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കേരളത്തിൽ ഇതുവരെ ആസൂത്രണം ചെയ്തതിൽ സാങ്കേതികമായി ഏറ്റവും സങ്കീർണമായ ഹൈവേ പദ്ധതികളിലൊന്നായാണ് ഔട്ടർ റിംഗ് റോഡ് വിലയിരുത്തപ്പെടുന്നത്. ആദ്യം 30 മീറ്റർ വരെ കുന്നുകൾ മുറിച്ചുകടക്കും വിധമായിരുന്നു ഇതിന്റെ രൂപകൽപ്പന. എന്നാൽ പാരിസ്ഥിതിക ആശങ്കകളും ഭൗമശാസ്ത്രപരമായ വെല്ലുവിളികളും പരിഗണിച്ച് ഈ പദ്ധതി പിന്നീട് തുരങ്കങ്ങളും വയഡക്റ്റുകളും ഉൾപ്പെടുത്തി പുനഃക്രമീകരിക്കുകയായിരുന്നു. 17 തുരങ്കങ്ങളും 50 വയഡക്റ്റുകളും 6 ഫ്ലൈ ഓവറുകളും ഈ പദ്ധതിക്കായി നിർമ്മിക്കേണ്ടതായുണ്ട്. അതുകൂടാതെ 2 വലിയ പാലങ്ങൾ, 17 ചെറിയ പാലങ്ങൾ, 144 ബോക്സ് കൾവർട്ടുകൾ, 128 ക്രോസ് റോഡ് കൾവർട്ടുകൾ, ഒരു റെയിൽവേ മേൽപ്പാലം, 103 കിലോമീറ്റർ സർവീസ് റോഡുകൾ, 9.2 കിലോമീറ്റർ സ്ലിപ്പ് റോഡുകൾ എന്നിവയ്ക്കൊപ്പം 7 ഇടങ്ങളിലായി റാമ്പുകളും സജ്ജീകരിക്കേണ്ടതായുണ്ട്. ഈ ബൃഹത് പദ്ധതിക്കായി 4 വർഷം മുൻപേ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചെങ്കിലും ആകെ ആവശ്യമായ 360 ഹെക്ടറിൽ 100 ഹെക്ടറിന് അന്തിമ 3D വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുള്ളൂ. പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ ദേശീയപാത അതോറിറ്റി കൈപ്പറ്റിയിട്ടും നഷ്ടപരിഹാര വിതരണം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതിയും സംസ്ഥാന സർക്കാരുമായുള്ള ധാരണാപത്രവും പൂർത്തിയായ ശേഷമേ നഷ്ടപരിഹാര വിതരണം ആരംഭിക്കുമെന്നാണ് സൂചന. ഇത്തരത്തിൽ ഒട്ടനേകം നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ട സാഹചര്യത്തിൽ പുതിയ സർക്കാരിന്റെ തീരുമാനം ഈ പദ്ധതിയുടെ കാര്യത്തിൽ വളരെയേറെ നിർണായകമാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.